സുഹൃത്തുക്കളെ, മിനുക്ക് പണിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലുള്ള ചില അപ്രിയ ദൃശ്യങ്ങളെ പറ്റിയാണ് പറയാൻ ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. കാലത്തെ സുഖമായിട്ട് എല്ലാവരും കൂടെ കുടുംബാംഗങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുതുതായി കല്യാണം കഴിഞ്ഞ് വന്ന മരുമകൾ ഓക്കാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്നത്. ആ ഓട്ടം കൊണ്ട് നിർത്തുകയില്ല. അത് കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അവിടെ പോകുന്നതും ഞൊട്ടയും ഞോളയും വിഴാപ്പലും എല്ലാം കൂടെ ഛർദ്ദിക്കുന്നതും അമ്മായിയമ്മ പുറകെ ഓടുന്നതും എല്ലാം നമ്മൾ സഹിച്ച് കണ്ടിരിക്കണം. ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കാൻ എന്തെല്ലാം നല്ല മാർഗങ്ങളുണ്ട്, എന്തെല്ലാം നല്ല ഡീസൻ്റായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം നമ്മൾ. ചിലരുണ്ടല്ലോ പല്ല് തേച്ച് പതപ്പിച്ച് ഈറിയും തുപ്പിയും കൊണ്ട് കുറച്ച് നേരം ഇരിക്കും. അത് നമ്മൾ സഹിച്ചിരിക്കുമ്പോഴാണ് വായിൽ നിന്ന് ആ ബ്രഷ് എടുത്ത് ഏതോ ഒരു സിനിമയിൽ ഒരു അമ്മ മകൾക്ക് നേരെ ചൂണ്ടി സംസാരിക്കുക. ആ ബ്രഷ് എടുത്ത് തീർത്തും വൃത്തികേടായിട്ട് തന്നെ തോന്നുന്നത്. ചിലർ പല്ല് കുത്തും, മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ ഇരുന്നുകൊണ്ട് പല്ല് കുത്തുന്നത് ഒരു മിടുക്ക് പോലെയാണ്. അതൊക്കെ ഏതാണ്ട് ഒരു പരിഷ്കാരം പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഈ പിന്നെ മിക്ക മലയാള സിനിമകളിലും നമ്മൾ കാണുന്ന മറ്റൊരു തീർത്തും അപ്രിയമായൊരു ദൃശ്യമാണ് ഓഫീസിൽ നിന്ന് വൈകുന്നേരം വേർത്ത് തിരിച്ചു വരുന്ന ഭർത്താവ് ഒരു ലുങ്കി എടുത്ത് ചുറ്റിയിട്ട് പാൻ്റ് അതിൻ്റെ അടിയിൽ കൂടെ വലിച്ചൂരി എടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന ഭാര്യയുടെ തോളയിലോട്ടൊരു സ്നേഹപൂർവ്വമാണ് ചെയ്യുന്നത്. ഭാര്യ അത് മേടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും വയ്ക്കും. ഇതിനകത്തൊക്കെ വൃത്തികേടുകൾ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ചിലർ തുണിയെടുത്ത് കക്ഷം തുടയ്ക്കൽ ധാരാളമായിട്ട് നമുക്ക് സിനിമയിൽ കാണാം. ഏതോ ഒരു നല്ല സിനിമയിൽ പിന്നെ ഒരാൾ ഒരു കുപ്പി വെള്ളം, ബിയർ കുപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു, അത്ര വലിയൊരു കുപ്പിയാണെന്ന് തോന്നുന്നില്ല, ആ ഒരു കുപ്പി വെള്ളവുമായിട്ട് പ്രഭാതകർമ്മം നിർവഹിക്കാനായിട്ടൊരു മരത്തിൻ്റെ പുറകിലേക്ക് മറയുന്ന കാണാം. അപ്പം എനിക്കറിയത്തില്ല, അതും ഒരു മഹാവൃത്തികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സിനിമയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ബസ്സിൽ വന്നിറങ്ങുന്ന ചെറിയ ആൺകുട്ടികളെല്ലാം കൂടെ പ്രേക്ഷകരെ മുൻപിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂത്രം ഒഴിക്കുക. അത് മൂത്രം നല്ല ചീറ്റി നല്ല ഷേപ്പിൽ മുകളിൽ കൂടെ അത് വേറെ തരത്തിൽ എന്തെങ്കിലും ഒപ്പിച്ചെടുക്കുന്നതായിരിക്കും. അത് ഏതായാലും ആ മൂത്രം ഒഴിക്കുന്നതും ഒക്കെ കാണാൻ എന്നതാണ് വൃത്തി, എന്താണ് അതിനകത്ത് കല എവിടെയാണ്, ആസ്വാദനം എവിടെയാണ്, ഡീസൻസി എവിടെയാണ്? ഇതൊന്നുമില്ല. അപ്പം നമുക്ക് മലയാള സിനിമയിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ അപ്രിയ ദൃശ്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൂടെ? അതൊരു മിനുക്ക് പണിയായിട്ട് നമുക്ക് എടുത്തുകൂടെ എന്ന് ചിന്തിക്കുകയാണ്. ഒരുമാതിരി വെറുപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ, വളരെ ചീപ്പായിട്ടുള്ള ദൃശ്യങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരി, നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.